ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം ചലഞ്ചർ ആപ്പിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക്. സുഹൃത്തുക്കളെ, വിജയിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹവും വ്യക്തമായ ലക്ഷ്യബോധവും കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സുമായി ചലഞ്ചർ ആപ്പിനോടൊപ്പം വിജയത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ക്ലാസ് തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഭരണഘടനാ ഭേദഗതികൾ നമ്മൾ 2-3 ക്ലാസ്സുകളായി പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. 42-ാം ഭേദഗതി, 44-ാം ഭേദഗതി, 52-ാം ഭേദഗതി, 73-ഉം 74-ഉം ഭേദഗതികൾ ചേർത്ത് ഒരു ക്ലാസ്. അങ്ങനെ 4 ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച്. ഇത് അവസാന ക്ലാസ്സാണ്, ഭേദഗതികളുടെ അവസാന ക്ലാസ്സാണ്. കാരണം ഇവിടെ നമുക്ക് 2 ഭേദഗതികൾ കൂടെ സിലബസ് പ്രകാരം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. 86-ാം ഭേദഗതിയും 91-ാം ഭേദഗതിയും. അപ്പൊ ആ 86-ാം ഭേദഗതിയും 91-ാം ഭേദഗതിയും കൂടി ചേർത്ത് ഈ ക്ലാസ് നമുക്ക് പ്രയോജനപ്പെടുത്താമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അത്രയും പോരാ. നമ്മൾ ഈ 86-ഉം 91-ഉം കൂടി പഠിക്കുമ്പോൾ PSCയുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് തീർന്നു. പക്ഷേ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 5-6 ഭേദഗതികൾ കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചാണ്. അത് ഇത്ര വിപുലമായി പഠിക്കണ്ട, ഓരോ ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ പഠിക്കണം. 101-ാം ഭേദഗതി, 102-ാം ഭേദഗതി, 103-ാം ഭേദഗതി, 104-ാം ഭേദഗതി, 105-ാം ഭേദഗതി, 106-ാം ഭേദഗതി. ഒരു 6 എണ്ണവും കൂടെ നിങ്ങൾ പഠിച്ചു. ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. അതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അതുകൊണ്ട് അതുകൂടി ഞാൻ ഇതിനോടൊപ്പം ഈ ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങളത് നോട്ട് ചെയ്ത് പഠിക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇനി നമുക്ക് ആദ്യം പഠിക്കേണ്ടത് 86-ാം ഭേദഗതി. ഇന്നത്തെ ക്ലാസ്സിൽ ഓർക്കണം, 86-ാം ഭേദഗതി 2002. ഇവിടെ നമ്മൾ 52-ാം ഭേദഗതി പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അതായത് പാസാക്കിയതും നിലവിൽ വന്നതും 1985 എന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ? അതുപോലെ ഇവിടെ ഓർത്താൽ മതി. പാസാക്കിയതും നിലവിൽ വന്നതും 86-ാം ഭേദഗതി നിയമം പാസാക്കിയതും നിലവിൽ വന്നതും 2002-ൽ തന്നെയാണ്. ബാക്കിയെല്ലാം നമ്മൾ പാസാക്കിയ വർഷവും നിലവിൽ വന്ന വർഷവും സെപ്പറേറ്റ് പഠിച്ചു. 42-ാം ഭേദഗതി നിയമം പാസാക്കിയത് 1976, നിലവിൽ വന്നത് 1977 ജാനുവരി 3-ാം തീയതി. 44-ാം ഭേദഗതി നിയമം പാസാക്കിയത് 1978, നിലവിൽ വന്നത് 1979 ഏപ്രിൽ 30-ാം തീയതി. പിന്നെ വന്നത് 52-ാം ഭേദഗതി പാസാക്കിയതും നിലവിൽ വന്നതും 1985. പിന്നെ 73-ാം ഭേദഗതി നിയമം പാസാക്കിയത് 1992, നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24-ാം തീയതി. പിന്നെ 74-ാം ഭേദഗതി നിയമം പാസാക്കിയത് 1992, നിലവിൽ വന്നത് 1993 ജൂൺ 1-ാം തീയതി. ക്ലിയർ ആയില്ലേ? അങ്ങനെ പഠിക്കണം. ഇപ്പൊ നമ്മൾ പറയുന്നത് 86-ാം ഭേദഗതി നിയമം പാസാക്കിയതും നിലവിൽ വന്നതും 2002-ൽ തന്നെയാണ്. ഇവിടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും നമ്മൾ പഠിക്കണം. ഇവിടെ പ്രധാനമന്ത്രി ആരായിരുന്നു? അടൽ ബിഹാരി വാജ്പേയി ആണ് 86-ാം ഭേദഗതി നിയമം ഇന്ത്യയുടെ പ്രധാനമന്ത്രി. രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം. സുഹൃത്തുക്കളെ, നിങ്ങൾ 73-ഉം 74-ഉം ഭേദഗതി പഠിച്ചപ്പോൾ ഒരേ പ്രധാനമന്ത്രിയും ഒരേ രാഷ്ട്രപതിയായിരുന്നു 2 ഭേദഗതിയിലും. അതുപോലെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 86-ാം ഭേദഗതിയിലും 91-ാം ഭേദഗതിയിലും ഒരേ പ്രധാനമന്ത്രിയും ഒരേ രാഷ്ട്രപതിയുമാണ്. എന്തുകൊണ്ട്? ഒരേ കാലഘട്ടമായതുകൊണ്ട്. അവിടെ കറക്റ്റ് 2 ഒരേ വർഷമായതുകൊണ്ട്. ഇവിടെ 2002-ൽ 86-ാം ഭേദഗതിയും 2003-ൽ 91-ാം ഭേദഗതി. കാലഘട്ടം ഒന്ന് തന്നെയാണ്. അപ്പം പ്രധാനമന്ത്രിയും രാഷ്ട്രപതിക്കും മാറ്റമില്ല. അടുത്ത 91-ാം ഭേദഗതി നിയമം പഠിക്കുമ്പോഴും ഞാൻ ചോദിക്കും, പ്രധാനമന്ത്രി ആര്? നിങ്ങൾ പറയണം. ആര്? അടൽ ബിഹാരി വാജ്പേയി, AB വാജ്പേയി. രാഷ്ട്രപതി ആര് എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണം? APJ അബ്ദുൽ കലാം. ക്ലിയർ ആയല്ലോ? അതൊന്ന് ആദ്യമേ ഉറപ്പിച്ചുകൊള്ളുക. ഇനി 86-ാം ഭേദഗതിയിലേക്ക് നമ്മളിത് കടക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് അറിയാം. കാരണം നമ്മൾ മൗലിക അവകാശങ്ങളും മൗലിക കടമകളും പഠിച്ചവരാണ്. അവിടെ നമ്മൾ വളരെ വ്യക്തമായി 86-ാം ഭേദഗതിയെക്കുറിച്ചും 86-ാം ഭേദഗതി നിയമം
ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ അനുച്ഛേദങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി പഠിച്ചതാണ്. എങ്കിലും ഇവിടെ ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഞാനത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. 86 ഭേദഗതിയിലൂടെ 2 വകുപ്പുകളാണ് ഇന്ത്യൻ ഭരണഘടനയിലെ 2 അധ്യായങ്ങളിലായിട്ട് ഉൾപ്പെടുത്തിയത്. ആദ്യം ആ ഒരു ചാർട്ട് മനസ്സിൽ കാണുക. 86 ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ 21A എന്ന ആർട്ടിക്കിളും മൗലിക കടമകളിൽ 51Aയിൽ K എന്ന ആർട്ടിക്കിളും ഉൾപ്പെടുത്തി. നമ്മൾ പഠിച്ചതാണ്. മൗലികാവകാശങ്ങൾ വ്യക്തമായി പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത് വ്യക്തമായി ഇപ്പൊ ഇതിന്റെ ആൻസർ ആയിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് അപ്പോൾ ശ്രദ്ധിക്കുക, 86 ഭേദഗതിക്ക് ഡബിൾ ഇഫക്റ്റ് ആണ്. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന അധ്യായത്തിൽ പുതിയൊരു വകുപ്പ് ഉൾപ്പെടുത്തി 21A. മൗലിക കടമകൾ എന്ന അധ്യായത്തില് 51A, അതാണല്ലോ മൗലിക കടമകൾ. 51A, ആ 51Aയിൽ A മുതൽ J വരെ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ, 10 ഉണ്ടായിരുന്നുള്ളൂ. 11ാമത്തെ മൗലിക കടമയായ K, 51Aയിൽ K ഉൾപ്പെടുത്തിയതും ആര് തന്നെയാണ്? 86 ഭേദഗതി, വർഷം 2002 തന്നെയാണ്. ഇനി 21Aയിൽ എന്തു പറയുന്നു? നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണത്. 21Aയിൽ പറയുന്നത് 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായി വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന വകുപ്പാണ് 21A. ആർട്ടിക്കിൾ 21A guarantees free and compulsory education to the children between the age of 6 and 14 years. 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ നമ്മൾ എന്താ ഒറ്റ വാക്കിൽ പറയുന്നത്? പ്രാഥമിക വിദ്യാഭ്യാസം, പ്രൈമറി എഡ്യൂക്കേഷൻ അല്ലെ? പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏത് തന്നെയാണ്? 86 ഭേദഗതി. പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയ അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ അത് 21A. രണ്ടും ചോദിക്കാം. 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായി വിദ്യാഭ്യാസം ഉറപ്പാക്കിയ ഭരണഘടന വകുപ്പ് ചോദിച്ചാൽ 21A. ഭേദഗതി ചോദിച്ചാൽ 86 ഭേദഗതി 2002. മറക്കാതിരിക്കുക, അത് മൗലിക അവകാശങ്ങളിൽ. ഇനി മൗലിക കടമകളിൽ മറ്റൊരു വകുപ്പ് ഉൾപ്പെടുത്തിയല്ലോ, 51Aയിൽ K, 11ാമത്തെ മൗലിക കടമ. അവിടെ എന്താ പറയുന്നത്? 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ രക്ഷകർത്താക്കൾക്ക് കടമയുണ്ട്. അപ്പം പ്രാഥമിക വിദ്യാഭ്യാസം കുട്ടികളുടെ മൗലികാവകാശം മാത്രമല്ല, രക്ഷകർത്താക്കളുടെ മൗലിക കടമയുമാണ്. ഇന്ന് ഒരു രക്ഷകർത്താവിനും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന്, ഈ കടമയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ കഴിയാത്തത് ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബുക്ക് വാങ്ങാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണെന്നോ ഒന്നും പറഞ്ഞു ഒരു രക്ഷകർത്താവിന് ഇന്ന് ഒഴിയാൻ പറ്റില്ല. കാരണം ഇതൊന്നും വേണ്ട. സർക്കാർ സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അപ്പോ ആ വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉറപ്പുവരുത്തുക എന്നത് ഓരോ രക്ഷകർത്താവിൻ്റെയും മൗലിക കടമയാണ്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് പാരന്റ്സ് ടു ഗിവ് എഡ്യൂക്കേഷൻ ടു ദെയർ ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ് 14 years. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് 14 വയസ്സ് വരെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൗലികാവകാശമാണ് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം തരൂ എന്ന് രക്ഷകർത്താക്കളോടും ഈ സർക്കാരിനോടും പറയാൻ കുട്ടികൾക്ക് ഇന്ന് അവകാശമുണ്ട്. അത് അവരുടെ മൗലികാവകാശമാണ്. ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് രക്ഷകർത്താക്കളുടെ മൗലിക കടമയുമാണ്. ഇറ്റ് ഇസ് എ ഡ്യൂട്ടി ഓഫ് പാരന്റ്സ് ടു ഗിവ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ് 14 years. അത് രക്ഷകർത്താക്കളുടെ കടമയാണ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റൂല. ഇപ്പൊ ദേഷ്യം വരുമ്പോഴൊക്കെ നിങ്ങളോടൊക്കെ നിങ്ങളുടെ രക്ഷകർത്താക്കളൊക്കെ പറഞ്ഞെന്നിരിക്കും, നിന്നെയൊക്കെ പഠിപ്പിച്ചു ഇതുവരെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് പറയുക, ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് പാരന്റ്സ് ടു ഗിവ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ് 14 years. അവിടെയാണ് പ്രശ്നം. ബിലോ ദി ഏജ് ഓഫ് 14 years. 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കേ അത് പറയാനുള്ള അവകാശമുള്ളൂ. നിങ്ങൾക്ക് പറയാനുള്ള അവകാശമില്ല. എന്തുകൊണ്ട്? ഭരണഘടനയിൽ ഒരു വരി പോലും ഒരു സ്ഥലത്തും എഴുതി വച്ചിട്ടില്ല
പോത്തുപോലെ വളർന്നാലും രക്ഷകർത്താക്കൾ പഠിപ്പിച്ചു കൊള്ളണമെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് പാരന്റ്സ് ടു ഗീവ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ് 14 years. അതാണ് ഓർക്കേണ്ടത്. 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നത് ഓരോ രക്ഷകർത്താവിന്റെയും മൗലിക ചുമതലയാണ് എന്നുകൂടി ഓർക്കുക. അത് ഓർമ്മിപ്പിക്കുന്ന വകുപ്പ് 51A ഈ രണ്ട് വകുപ്പുകളും 21 ആർട്ടിക്കിൾ 21A എന്ന വകുപ്പും 51A എന്ന വകുപ്പും ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയത് ഒരേ ഭേദഗതിയിലൂടെയാണ്. അതിനെ നമ്മൾ പറയുന്നതാണ് 86ാം ഭേദഗതി 2002. സുഹൃത്തുക്കളെ, ഈ ഭേദഗതിയും ഈ വകുപ്പുകളും ഒക്കെയാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നിയമനിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചത്. ഏത് നിയമമാണ്? വിദ്യാഭ്യാസാവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, RTE ആക്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഷോർട്ട് ഫോമിൽ അങ്ങനെ പറയും, RTE ആക്ട്. RTI ആക്ട് എന്നായി പോയത്. റൈറ്റ് ടു ഇൻഫർമേഷൻ അല്ല, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ് വിദ്യാഭ്യാസ അവകാശ നിയമം. 2009 ആ ഡേറ്റുകൾ കൂടി ഒന്ന് മനസ്സിൽ വെച്ചോളുക. ആദ്യം രാജ്യസഭയിലാണ് ഈ നിയമം പാസാക്കിയത്, 2009 ജൂലൈ 20 എന്നാൽ ലോകസഭ ഈ നിയമം പാസാക്കിയത്, ഈ ബില്ല് പാസാക്കിയത് 2009 ഓഗസ്റ്റ് 4 2009 ഓഗസ്റ്റ് 4 രാഷ്ട്രപതി ഈ ബില്ലിൽ ഒപ്പുവെച്ചത് 2009 ഓഗസ്റ്റ് 26 അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരും. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് എന്ന്. പാർലമെന്റ് പാസാക്കിയത് എന്ന് പറയുമ്പോൾ രാഷ്ട്രപതി ഒപ്പുവെച്ച തീയതി ഉണ്ടെങ്കിൽ അത് തന്നെ പറയണം. 2009 ഓഗസ്റ്റ് മാസം 26 ആ ഡേറ്റ് ഇല്ല എങ്കിൽ രണ്ടാമത്തെ സഭ പാസാക്കിയ തീയതി പറയുക. 2009 ഓഗസ്റ്റ് 4 എന്ന് പറയുന്നതിലും തെറ്റില്ല. പക്ഷെ 26 ഉണ്ടെങ്കിൽ അത് തന്നെ എഴുതണം. കാര്യം രാഷ്ട്രപതി കൂടി ഒപ്പുവയ്ക്കുമ്പോഴാണ് പാർലമെന്റ് ഒരു നിയമം പാസാക്കി നിലവിൽ വന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നോക്കൂ, RTE ആക്ട്, ഇനി രണ്ട് ഡേറ്റ് ഓർക്കുക. RTE ആക്ട് പാർലമെന്റ് പാസാക്കിയത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 2009 ഓഗസ്റ്റ് 26. RTE ആക്ട് നിലവിൽ വന്നതെന്ന്, അതാണ് ഏറ്റവും കൂടുതൽ തവണ PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യം. RTE ആക്ട് വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 2010 ഏപ്രിൽ മാസം 1 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. അവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടെ നിങ്ങൾ നോട്ട് ചെയ്താൽ നന്നായിരിക്കും. വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? 2010 2009 പാസാക്കി 2010 നിലവിൽ വന്നപ്പോൾ 2010 നടപ്പാക്കിയത്. വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്ന് തന്നെ നിങ്ങൾ പറയണം. ആരാണ്? മൻമോഹൻ സിംഗ്. അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഒപ്പുവച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആര്? ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? 2009 ഓഗസ്റ്റ് 26 രാഷ്ട്രപതി ഒപ്പുവെച്ചു എന്ന് പറഞ്ഞില്ലേ? വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ്. നോക്കൂ, ഈ ഭേദഗതി നിയമം 86ാം ഭേദഗതി നിയമം പാസാക്കിയപ്പോഴുള്ള പ്രധാനമന്ത്രിയും രാഷ്ട്രപതി അല്ല, അത് വേറെയാണ്. അത് AB വാജ്പേയിയും APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞു. ഇതിപ്പോ RTE ആക്ടിന്റെ കാര്യം, അത് 2002 കാര്യമാണ്. ഇത് 2009 10 കാര്യമാണ് പറയുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി പ്രതിഭാ പാട്ടീല്, ഇന്ത്യയിലെ വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഉദ്ദേശ്യം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ടുവന്നത്? ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒറ്റ സെന്റൻസിൽ ഉത്തരം പറയാം. ജാതി മത സാമ്പത്തിക പരിഗണനകൾക്ക് അതീതമായി ഇന്ത്യയിലെ മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക, പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. എങ്ങനെ? ജാതി മത സാമ്പത്തിക പരിഗണനകൾക്ക് അതീതമായി ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കിയത്. ഏത് ജാതിക്കാർക്കും, ഏത് മതസ്ഥർക്കും, ഏത് സാമ്പത്തിക നിലവാരത്തിലുള്ളവർക്കും സർക്കാർ സ്കൂളുകളിൽ
പ്രാഥമിക വിദ്യാഭ്യാസം നേടാവുന്നതാണ്. ജാതിമത സാമ്പത്തിക പരിഗണനകൾക്ക് അതീതമായി ഇന്ത്യയിലെ മുഴുവൻ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നതാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഉദ്ദേശ്യം. അപ്പോ നോക്കൂ, 86 ഭേദഗതി നിയമത്തിൽ ഒരു പോയിന്റ് കൂടി നിങ്ങൾ പഠിക്കണം. അതായത് 86 ഭേദഗതി നിയമത്തിൽ നമ്മൾ പറഞ്ഞു, 86 ഭേദഗതി നിയമത്തിലൂടെ ഉൾപ്പെടുത്തിയ 2 വകുപ്പുകൾ 21A-യും 51A-യിൽ K-യുമാണ് ആണല്ലോ. ഇനി ഞാൻ ചോദിക്കുന്നത് 86 ഭേദഗതിയുടെ മാറ്റം വരുത്തിയ ഒരു വകുപ്പ് കൂടെ ഉണ്ട്, അതുകൂടെ പഠിക്കണം. 86 ഭേദഗതി നിയമത്തിലൂടെ മാറ്റം വരുത്തിയത് 45 വകുപ്പാണ്. 45 അനുച്ഛേദം എവിടെയുള്ളതാണ്? 4-ാം അധ്യായത്തില് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ട 36 മുതൽ 51 വരെയുള്ള വകുപ്പുകൾക്കിടയിൽ കിടക്കുന്ന 45-ാം വകുപ്പില് ഒരു മാറ്റം കൊണ്ടുവന്നു. 45-ാം വകുപ്പിൽ അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകണം. അതായി കഴിഞ്ഞു. അതുകൊണ്ട് അതിനെ മാറ്റിയിട്ട് 6 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് നല്ല പരിചരണവും വിദ്യാഭ്യാസവും നൽകാൻ വ്യവസ്ഥ കൊണ്ടുവന്നത് 86 ഭേദഗതിയിലൂടെയാണ്. അപ്പൊ 45-ാം വകുപ്പിൽ വരുത്തിയ മാറ്റം. ഇപ്പൊ 45-ാം വകുപ്പ് ഇപ്പൊ എന്താ പ്രതിപാദിക്കുന്നത്? ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. 6 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് നല്ല പരിചരണവും വിദ്യാഭ്യാസവും നൽകിയിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതിയും 86-ാം ഭേദഗതി തന്നെയാണ്. സുഹൃത്തുക്കളെ, 86-ാം ഭേദഗതിയിൽ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ഭേദഗതി ഉണ്ടല്ലോ, സിലബസ് പ്രകാരം അവസാനം വരുന്ന ഭേദഗതി 91-ാം ഭേദഗതി 2003. വലിയ ചോദ്യങ്ങളൊന്നുമില്ല, ഒരൊറ്റ ചോദ്യമാണ് ഇതിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ഭേദഗതി നിയമം പാസാക്കിയത് 2003 നിങ്ങൾക്കറിയാം. നിലവിൽ വന്നത് 2004 ജാനുവരി 1-ാം തീയതി. ഡേറ്റുകൾ പഠിക്കണം. 91-ാം ഭരണഘടനാ ഭേദഗതി നിയമം പാസാക്കിയത് 2003, നിലവിൽ വന്നത് 2004 ജാനുവരി 1-ാം തീയതി. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ച ഭേദഗതി സമയത്തുള്ള പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അല്ലേ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചത്. കാരണം അത് 2002 86-ാം ഭേദഗതി, ഇത് 2003 ഒരു കാലഘട്ടം ഒന്ന് തന്നെയാണ്. അപ്പം പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി, രാഷ്ട്രപതി APJ അബ്ദുൽ കലാം APJ അബ്ദുൽ കലാം ആണ്. ഓർമ്മിച്ചോളുക. ഇനി ഞാൻ പറയുന്ന ഒരു സെന്റൻസ് ആണ് ഒരു കാരണവശാലും നിങ്ങൾ മറക്കാൻ പാടില്ലാത്തത്. എന്തുകൊണ്ട്? ആ സെന്റൻസ് ആണ് ചോദ്യമായിട്ട് കഴിഞ്ഞ ഒരുപാട് ചോദ്യ പേപ്പറിൽ കടന്നുകൂടിയത്. അതാണ് കറക്റ്റ് 91-ാം ഭേദഗതി എന്താണെന്ന് ഞാൻ പറയുകയാണ്. നോക്കൂ, കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം, അതായത് പ്രധാനമന്ത്രി ഉൾപ്പെടെയാണ് പറയുന്നത്, പ്രധാനമന്ത്രിയെ മാറ്റി നിർത്തിയിട്ടല്ല. കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോകസഭയുടെ ആകെ അംഗസംഖ്യകളിൽ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല. കേട്ടോ, 91-ാം ഭേദഗതി കൊണ്ടുവന്ന വ്യവസ്ഥ കണ്ടോ? ലോകസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല കേന്ദ്ര മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? കുറെ കൂടെ വ്യക്തമാക്കി തരാം. ലോകസഭയിൽ ഇപ്പൊ എത്ര അംഗങ്ങളുണ്ട്? 543 പേര്. 543 പേരുടെ 15% എടുത്താൽ ഏതാണ്ട് 81 പേര് വരും. 81 പേരല്ലാത്ത ഒരു മന്ത്രിയും അതിൽ കൂടുതൽ ഒരു മന്ത്രിയും ആ മന്ത്രിസഭയിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് എവിടെയും ബാധകമാണ്, സംസ്ഥാന നിയമസഭയിലും ബാധകമാണ്. സംസ്ഥാന നിയമസഭയിലെ ആകെ അംഗസംഖ്യയുടെ എത്ര? 15% കൂടാൻ പാടില്ല സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം. ഇപ്പം നിങ്ങൾ കേരളത്തിൽ എടുത്തു നോക്കൂ. കേരള നിയമസഭയിൽ 140 അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ ഇലക്ടഡ് മെമ്പേഴ്സേ ഇപ്പോൾ ഉള്ളൂ, നോമിനേറ്റഡ് ഇപ്പൊ ഇല്ല. അപ്പൊ ആ 140 അംഗങ്ങളുടെ 15%, 140ന്റെ 15% എത്ര കിട്ടും?
മിക്കവാറും അടുത്ത ആഴ്ചയാവും കൂട്ടി വരുമ്പോഴല്ലേ. 21 പേര്, 21 മന്ത്രിമാരാണ് പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിൽ ഇപ്പോൾ ഉള്ളത്. 21 പേരെ ആകാവൂ. അതുകൊണ്ട് തന്നെ ഒരു അംഗം പോലും, ഭരണപക്ഷത്ത് നിന്ന് ഒരംഗം പോലും ഇനി ആവശ്യപ്പെടൂല എന്നെ കൂടെ മന്ത്രിയാക്കണമെന്ന്. എന്തുകൊണ്ട്? പരമാവധി ആയി നിൽക്കുകയാണ്. ഇനി അങ്ങനെ പറഞ്ഞാലും സാധ്യതയില്ല എന്നറിയാം. അപ്പോഴും അത് പറഞ്ഞ് നാണം കെടാതിരിക്കുക എന്നുള്ളതായിരിക്കും പ്രധാന വിഷയം. അതുകൊണ്ട് ആരും പറയൂല. കൂറുമാറ്റത്തിലൂടെയൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ വന്നാലും നമുക്കൊരു മന്ത്രി കിട്ടുമെന്ന് പ്രതിപക്ഷത്തു നിന്നും ആരും ചിന്തിക്കൂല. എന്തുകൊണ്ട് അങ്ങനെ പറ്റില്ല? അപ്പോഴ് ഒരു ചോദ്യം കൂടി നിങ്ങളിവിടെ പഠിക്കണം. കൂറുമാറ്റ നിരോധന നിയമത്തെ ശക്തിപ്പെടുത്തുന്ന ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ 91-ാം ഭേദഗതി. കൂറുമാറ്റ നിരോധന നിയമം നടപ്പാക്കിയ ഭേദഗതി 52-ാം ഭേദഗതി. എന്നാൽ കൂറുമാറ്റ നിരോധന നിയമത്തെ ശക്തിപ്പെടുത്തുന്നത്, കൂറുമാറ്റം തടയുന്നതിന് വേണ്ടി കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു നിയമ ഭേദഗതിയാണ്, അല്ലെങ്കിൽ ഒരു ഭേദഗതിയാണ് 91-ാം ഭേദഗതി. അപ്പൊ 91-ാം ഭേദഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, കേന്ദ്ര മന്ത്രിസഭയുടെ മന്ത്രിമാരുടെ എണ്ണം ലോകസഭാ അംഗങ്ങളുടെ 15% നിജപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? ഇതാണ് ചോദ്യം. സ്ഥിരം ചോദ്യം. ഈ വാക്കുകൾ ഉപയോഗിച്ചാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ആ വാചകം ഞാൻ ആവർത്തിച്ച് പറയുന്നത്. കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം ലോകസഭാ അംഗങ്ങളുടെ 15% നിജപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 91-ാം ഭേദഗതി 2003-ലാണ്. സുഹൃത്തുക്കളെ, അപ്പോഴിവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് സംസ്ഥാനങ്ങൾക്കും ബാധകമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ ചെറിയ ഒരു പ്രതിസന്ധി ഉണ്ടാകും. എന്തുകൊണ്ട്? വളരെ കുറച്ച് MLA-മാര് മാത്രമുള്ള ഒരു സംസ്ഥാനം എടുത്തു നോക്കൂ. അവിടെ 15% എടുക്കുമ്പം ചിലപ്പോൾ 5-6 പേരൊക്കെ വരുള്ളൂ. അതുപോരാ ഒരു മന്ത്രിസഭയ്ക്ക്. അതുകൊണ്ട് 91-ാം ഭേദഗതി നിയമപ്രകാരം സംസ്ഥാനങ്ങളുടെ കുറഞ്ഞ മന്ത്രിമാരുടെ എണ്ണവും ഫിക്സ് ചെയ്തിട്ടുണ്ട്. 12 പേരാകാം. 91-ാം ഭേദഗതി നിയമപ്രകാരം സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ മന്ത്രിമാരുടെ എണ്ണം എത്രയാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക എത്രയാണ്? അത് 12. ഇപ്പൊ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ MLA-മാരുടെ എണ്ണം, ആകെ എണ്ണം എടുത്തിട്ട് അതിന്റെ 15% എടുക്കുമ്പോൾ 5-6 മാത്രമേ അവിടെ വരുന്നുള്ളെങ്കിൽ, അല്ലെങ്കിൽ 7-8 വരുന്നുള്ളെങ്കിൽ സാരമില്ല, 12 മന്ത്രിമാരെ എടുക്കാം. അത് കുഴപ്പമില്ല, അതിൽ കൂടാൻ പാടില്ല. അപ്പോൾ സംസ്ഥാനങ്ങൾ 91-ാം ഭേദഗതി നിയമപ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ മന്ത്രിമാരുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 12. ഇത്ര മാത്രമേ ഉള്ളൂ 91-ാം ഭേദഗതി. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഭേദഗതികളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ അല്ലാത്ത കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ ഒരു 5-6 ഭേദഗതികൾ, ഓരോ ചോദ്യങ്ങൾ അല്ലെങ്കിൽ 1-2 ചോദ്യങ്ങൾ അതിൽ നിന്ന് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. ഇനി നിങ്ങൾ അത് ഞാൻ ഇതിൽ നോട്ട് കൊടുത്തിട്ടില്ല, നിങ്ങളത് നോട്ടൊന്ന് കുറിച്ചെടുത്തോളൂ. കാരണം ഞാൻ പറയുന്നതിനനുസരിച്ച് എൻ്റെ ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ആ നോട്ട് കൂടി എടുത്ത് കുറിച്ചാൽ, കാരണം ഇത് സിലബസിലുള്ള കാര്യങ്ങൾ, സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഭേദഗതിയിലെ മാത്രമേ ചെറിയ നോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ നിർബന്ധമായും ഇനി ഞാൻ പറയുന്ന ഭേദഗതികളുള്ള പഠിക്കണം. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ആദ്യം ഞാൻ പറയുന്നു 101-ാം ഭരണഘടനാ ഭേദഗതി 2016. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ലിസ്റ്റുകളൊക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് എളുപ്പം പറഞ്ഞു പോകാം. 101-ാം ഭേദഗതി 2016 എന്താണ്? ഇന്ത്യയിൽ GST നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ചരക്ക് സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 101-ാം ഭേദഗതി. അത്രയും ഓർമ്മിച്ചാൽ 2 ചോദ്യങ്ങളോട് അതുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ നന്നായിരിക്കും. ഇന്ത്യയിൽ GST നിലവിൽ വന്ന ഡേറ്റ് കൂടി എന്ന് കുറിച്ചോളൂ. 2017 ജൂലൈ 1-ാം തീയതി. അപ്പൊ ഇന്ത്യയിൽ GST നടപ്പിലാക്കിയ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 101-ാം ഭേദഗതി 2016. ഇന്ത്യയിൽ GST നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് 2017 ജൂലൈ 1-ാം തീയതി. ഇനി ഒരു ചോദ്യം കൂടെ, GST എന്താണ്? GST ഒരു പരോക്ഷ നികുതിയാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്കും ചോദിച്ചതാണ്, കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. GST എന്ത് നികുതിയാണ്? ഒരു പരോക്ഷ നികുതിയാണ്. നിങ്ങൾക്ക് GSTയെ കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. എന്താണ് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പറഞ്ഞത്? അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കിക്കൊണ്ടിരുന്ന വിവിധ പരോക്ഷ നികുതികൾ ഒന്നായി ലയിപ്പിച്ച് ആണ് GST ഇന്ത്യയിൽ നടപ്പിലാക്കിയത്.
അതും കൂടെ ജസ്റ്റ് മനസ്സിൽ വെച്ചു കൊടുക്കുക. അപ്പൊ 101 ഭേദഗതി GST നടപ്പിലാക്കിയ ഭേദഗതി, തൽക്കാലം അത് ഓർക്കുക. ഇനി 102 ഭേദഗതി 2018. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചോദ്യം അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. 102 ഭേദഗതി 2018 എന്താണ്? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി ഏത്? വെരി വെരി ഇമ്പോർട്ടന്റ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി 2018 102 ഭേദഗതി. മറക്കരുത്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ആയിരുന്നു, സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമായിരുന്നു 2018 വരെ. എന്നാൽ 2018 102 ഭേദഗതിയിലൂടെ അത് എന്ത് കമ്മീഷനായി മാറി? ഭരണഘടനാ കമ്മീഷനായി മാറി, ഭരണഘടനാ സ്ഥാപനമായി മാറി. അപ്പോഴതിനൊരു ഭരണഘടനയിൽ ഒരു പ്രൊവിഷൻ വരുമല്ലോ, ഭരണഘടനയിൽ ഒരു ആർട്ടിക്കിൾ വരുമല്ലോ സ്വാഭാവികമായിട്ട്. അത് ഏത് ആർട്ടിക്കിളാണ്? അതുകൂടെ പഠിക്കുക. 338B. ഇന്ത്യൻ ഭരണഘടനയിൽ 338B എന്ന അനുച്ഛേദം ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ 102 ഭേദഗതി. ഇപ്പൊ 2 ചോദ്യങ്ങളായി. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതായത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി 102 ഭേദഗതി 2018. ഈ 101 ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ അനുച്ഛേദമാണ് 338B. അപ്പൊ 338B എന്ന അനുച്ഛേദത്തിൽ പ്രതിപാദിക്കുന്ന എന്താണ്? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. സുഹൃത്തുക്കളെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു കോളത്തിൽ 3 ആർട്ടിക്കിൾ ഇട്ടോളൂ. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 338. ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 338A. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 338B. 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ, 338A ദേശീയ പട്ടികവർഗ കമ്മീഷൻ, 338B ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ഇതിൽ അവസാനം പറഞ്ഞ 338B ആണ് 102 ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. തീർന്നില്ല. 102 ഭേദഗതിയിൽ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ പഠിക്കണം. പിന്നാക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശത്തെ റദ്ദാക്കിയ ഭേദഗതിയാണ് 102 ഭേദഗതി. പിന്നെ 105 ഭേദഗതിയിലൂടെ അത് പുനഃസ്ഥാപിച്ചു. അത് 105 എടുക്കുമ്പോൾ ഞാൻ പറയാം. പിന്നാക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശത്തെ റദ്ദാക്കിയ ഭരണഘടനാ ഭേദഗതി 102 ഭേദഗതി. 102 ഭേദഗതിയിലെ കുറച്ച് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. 102 ഭേദഗതിയിൽ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ ഭേദഗതി നൽകിക്കൊണ്ട് ഒരു ആർട്ടിക്കിൾ ഉൾപ്പെടുത്തിയത് 338B എന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ ഉടനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു. 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ, 338A ദേശീയ പട്ടിക വർഗ കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്നു, 338B ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ഇത്രയും ഒന്ന് ഓർക്കുമല്ലോ. ഇനി അവസാനം പറഞ്ഞ പോയിന്റ് എന്താണ്? പിന്നാക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശത്തെ റദ്ദാക്കിയ ഭേദഗതി 102. അപ്പൊ 101 102. 103 ഭേദഗതി 2019. എന്താണോ 103 ഭേദഗതി 2019? വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നാക്ക വിഭാഗക്കാർക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതിയാണ്. ഒരുപാട് വിവാദമായ ഒരു ഭരണഘടനാ ഭേദഗതിയാണ്. പലരും സുപ്രീം കോടതിയിൽ ഹർജിയുമായിട്ട് പോയി. ഭരണഘടനാ വിരുദ്ധമാണിത്, ഇത് പാടില്ല, ഈ ഭേദഗതി നിയമം അനുവദിക്കാൻ പാടില്ല, മുന്നാക്ക വിഭാഗക്കാർക്ക് 10% സംവരണം ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് നിലവിലുള്ള നമ്മുടെ എന്താണ് സംവരണ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പരാതികളും സുപ്രീം കോടതിയുടെ മുമ്പിലെത്തി. പക്ഷേ സുപ്രീം കോടതി വസ്തുനിഷ്ഠമായ വിശകലനത്തിന് ശേഷം പറഞ്ഞത് ഇവിടെ ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നുമില്ല ഈ ഭേദഗതിയിലൂടെ, ഈ ഭേദഗതി നിലനിൽക്കും, ഈ ഭേദഗതിക്ക് സാധുതയുണ്ട് എന്ന വിധിയാണ് സുപ്രീം കോടതി കൊണ്ടുവന്നത്. അപ്പോൾ
103 ഭേദഗതിയിലൂടെ എന്താ സംഭവിച്ചത്? മുന്നോക്ക വിഭാഗക്കാർക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തി. 103 കഴിഞ്ഞു, 1, 2, 3 ഇനി സുഹൃത്തുക്കളെ ഏറ്റവും പ്രധാനപ്പെട്ടത്, എനിക്ക് തോന്നുന്നു പരീക്ഷകൾക്ക് ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് 104 ഭേദഗതി 2020. 104 ഭേദഗതി 2020 എന്താണോ? 104 ഭേദഗതി 2020 നിങ്ങൾ പഠിക്കേണ്ടത്, അത് വെരി ഇമ്പോർട്ടന്റ്. ലോകസഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തിരുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 104 ഭേദഗതി. ലോകസഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തിരുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 2020 104 ഭേദഗതി. അങ്ങനെ പറയുമ്പോൾ ഇത് സംസ്ഥാനങ്ങൾക്കും ബാധകമാണെന്ന് നിങ്ങൾ ഓർക്കുക. സംസ്ഥാന നിയമസഭയിലേക്ക് 1 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ ഗവർണർ നാമനിർദ്ദേശം ചെയ്തിരുന്ന രീതിയും ഈ ഭേദഗതിയിലൂടെ നിർത്തലാക്കപ്പെട്ടു. പഠിക്കണം. 104 ഭേദഗതി ക്ലിയറായോ? എന്താണ്? ലോകസഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തിരുന്ന രീതി നിർത്തലാക്കിയ ഭേദഗതി. അപ്പൊ ലോകസഭയിൽ ഇപ്പം നോമിനേറ്റഡ് മെമ്പേഴ്സ് ഇല്ല എന്നർത്ഥം. ലോകസഭയിൽ ഇപ്പൊ 543 അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ 543 ഇലക്ടഡ് മെമ്പേഴ്സ് ആണ്. നേരത്തെ 545 പേരുണ്ടായിരുന്നു. 543 ഇലക്ടഡ് മെമ്പർ പ്ലസ് 2 നോമിനേറ്റഡ് മെമ്പേഴ്സ്. ഇപ്പൊ അതില്ല. ഇപ്പൊ 104 ഇത്രയേ ഉള്ളൂ. 104 പറയാം. ഇനി 105 എന്താണ്? 102 ഒരു കാര്യം പുനഃസ്ഥാപിച്ചതാണ് 105 എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഓർത്താൽ മതി. 105 ഭേദഗതി 2021 105 ഭേദഗതിയിൽ എന്താ പറയുന്നത്? 2005 105 ഭേദഗതിയിൽ പറയുന്നത്, പിന്നാക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശത്തെ പുനഃസ്ഥാപിച്ച ഭേദഗതി. എടുത്തു കളഞ്ഞത് 102 നമ്മൾ പറഞ്ഞു. പിന്നാക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരത്തെ പുനഃസ്ഥാപിച്ച ഭേദഗതി 105 ഭേദഗതി. പിന്നെ സുഹൃത്തുക്കളെ, വളരെ റീസെന്റ് ആയിട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഭേദഗതി വന്നല്ലോ, 106 ഭേദഗതി. അത് നടപ്പാക്കിയിട്ടില്ല. നടപ്പാക്കണമെങ്കിൽ ഇനി 3-4 വർഷം കാത്തിരിക്കണം. 2019 അത് നടപ്പിൽ വരുള്ളൂ എന്നാ പറയുന്നത്. ഏത്? വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട. അപ്പൊ ആ ഭേദഗതി നിങ്ങൾ ഓർത്തു വെച്ചുകൊള്ളുക. ഏറ്റവും ലേറ്റസ്റ്റ് ആണ് 106 ഭരണഘടനാ ഭേദഗതി 2023. 2023 എന്ന് പറഞ്ഞാൽ 2023 വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അടുത്ത കാലത്ത് വന്ന ഒരു ഭേദഗതിയാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള. സെപ്റ്റംബർ മാസം 2023 സെപ്റ്റംബർ മാസം വന്നൊരു ഭേദഗതിയാണ്. സെപ്റ്റംബർ ലാസ്റ്റിലൊക്കെ പാർലമെന്റ് അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്തതാണ്. രാഷ്ട്രപതി അംഗീകാരമൊക്കെ കൊടുത്തു. പക്ഷെ അത് നിലവിൽ വന്നില്ല. എന്താണ്? ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതിയാണ് 106 ഭേദഗതി 2023 ലേറ്റസ്റ്റ്. മറക്കാതിരിക്കുക. എന്താണ്? ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം. വനിതകൾക്ക് 33% സംവരണം ഉണ്ട്. എവിടെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അത് നേരത്തെ ഉള്ളതാണ്. ഇപ്പോൾ അത് എവിടെ കൂടെ ആക്കി? ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിൽ. പക്ഷെ അത് നിലവിൽ വന്നിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താണ്? അത് നിലവിൽ വരാൻ അല്പം കാലതാമസം എടുക്കും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ പുനർനിർണയം, മണ്ഡല പുനർനിർണയം, സംസ്ഥാനത്തിലെ മണ്ഡലങ്ങളുടെ പുനർനിർണയമൊക്കെ നടത്തിയിട്ട് ഏതൊക്കെ സീറ്റുകളാണ് വനിതകൾക്ക് സംവരണം ചെയ്യേണ്ടതെന്നൊക്കെ കണ്ടെത്തേണ്ടതായിട്ടും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനൊരൽപ്പം കാലതാമസം എടുക്കും. എങ്കിലും പാർലമെന്റിൽ പാസ്സായി. ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു പല ആൾക്കാരുടെയും. സ്ത്രീ സംവരണത്തിനൊക്കെ വേണ്ടി വാദിക്കുന്നവരുടെ വലിയ ആവശ്യമായിരുന്നു. പക്ഷേ നമ്മൾ കണ്ടതാണ്, പല ഘട്ടങ്ങളിലും പാർലമെന്റിൽ വലിയ അടിവരയായി ബില്ലുകളൊക്കെ വലിച്ചു കീറി എറിഞ്ഞ് ഇതിനെ എതിർത്തുകൊണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും പരസ്യമായി തന്നെ രംഗത്ത് വന്ന കാഴ്ചകളൊക്കെ വളരെ നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തായാലും ശരി, ആ കാലാവസ്ഥയൊക്കെ മാറി. ഇപ്പം വനിതാ സംവരണത്തിന് മിക്കവാറും എല്ലാവരും
ലോകസഭയിലൊക്കെ അത് 2 പേരൊഴികെ ബാക്കി എല്ലാവരും അനുകൂലിച്ചാണ് വോട്ട് ചെയ്തത്. അങ്ങനെയാണ് അത് പാസ്സാക്കിയെടുത്തത്. പക്ഷെ അത് നിലവിൽ വരാൻ അല്പ കാലതാമസം എടുക്കും. സുഹൃത്തുക്കളെ, ആ 106 ഭേദഗതിയുടെ മറ്റു വിശദാംശങ്ങൾ നമ്മൾ ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട്, അതൊരു പ്രത്യേക ടോപ്പിക്കായിട്ട്, കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. കാരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും വരേണ്ടതായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടത് 106 ഭേദഗതി നിയമം ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതി എന്ന് ഓർത്താൽ മതി. അപ്പം പ്രധാനപ്പെട്ട ഭേദഗതികളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സുഹൃത്തുക്കളെ. ഈ ടോപ്പിക്കുകൾ വളരെ ഭംഗിയായി നിങ്ങൾ പഠിച്ചു വയ്ക്കണം. നമ്മളൊരു 3-4 ക്ലാസ് കൊണ്ടാണ്, ശരിക്കും പറഞ്ഞാൽ 4 ക്ലാസ് കൊണ്ടാണ് നമ്മൾ ഭേദഗതികൾ അവസാനിപ്പിച്ചത്. അപ്പം അതിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഈ ടോപ്പിക്കിൻ്റെ പ്രാധാന്യം. വലിപ്പത്തിൽ മാത്രമല്ല, അതിൻ്റെ കണ്ടന്റിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക. ഭരണഘടനാ ഭേദഗതികളിൽ നിന്ന് ഒരു 3-4 മാർക്കിന് എപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.